ഒന്ന്, അവർ പാപത്തെ ജയിക്കുന്നു. അടുത്തത് 2, ലോകത്തെ ജയിക്കുന്നു. 3, പിശാചിനെ ജയിക്കുന്നു. 4, ജഡത്തെ ജയിക്കുന്നു. 5, കള്ളപ്രവാചകന്മാരെ എന്ത് ചെയ്യുന്നു? 6, തന്നെത്താൻ എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. 1 യോഹന്നാൻ തന്നെ 3:9 ഒന്ന് വായിക്കാം വേഗത്തിൽ. ഇത് ലേഖനം യോഹന്നാൻ എഴുതിയതാണ്. യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതുവാൻ ഇടയായി തീർന്നു, അല്ലെ? ഈ യോഹന്നാന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന ദാസനാണ് ആരാ? യോഹന്നാൻ. യേശുവിന്റെ മാറോട് ചേർന്ന് പറ്റിച്ചേർന്ന് ഇരിക്കുന്നത്. ചരിത്ര പണ്ഡിതന്മാര് പറയുന്നു ഇവര് ബന്ധുക്കളാണെന്നും പറയുന്നു. ചിലര് പറയുന്നു യോഹന്നാന്റെ കല്യാണത്തിന് യേശു വന്നത് യോഹന്നാന്റെ കല്യാണത്തിനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ യോഹന്നാന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, യോഹന്നാൻ യേശുവിന്റെ മാറോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് യോഹന്നാൻ മറ്റുള്ള ശിഷ്യന്മാരിൽ രക്തസാക്ഷിയായി മരിച്ചെങ്കിലും യോഹന്നാൻ അങ്ങനെയല്ല. യോഹന്നാനെ തിളച്ച എണ്ണയിലെടുത്തിട്ടു. എന്തിനാ? ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലേ? എന്തിനാ? നമ്മൾ മീനൊക്കെ ഇടുന്നത് പോലെ, എണ്ണയിലെടുത്ത് ഇടുന്നത് പോലെ തിളച്ചു മറിയുന്ന എണ്ണയിലെടുത്ത് യോഹന്നാനെ എടുത്തിട്ടു. പക്ഷെ യോഹന്നാൻ അവിടെ നിന്നും എഴുന്നേറ്റ് വരികയാണ്. എന്താ കാര്യം? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. അത് യോഹന്നാനെ കൊണ്ട് ചെയ്യാൻ ദൈവം ഇഷ്ടപ്പെടുന്നു, യേശു ഇഷ്ടപ്പെടുന്നു. ഇദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ നിന്ന് എടുത്ത് അദ്ദേഹം മരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ എവിടേക്ക് വിട്ടു? പത്മോസ് എന്ന ദ്വീപിലേക്ക് വിട്ടു. ശ്രദ്ധിക്കണേ, നമുക്ക് ഒരു അല്പസമയം നമ്മുടെ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, വിഷമങ്ങൾ. പക്ഷേ യോഹന്നാനെ സംബന്ധിച്ച് താൻ ഒറ്റയ്ക്കായിരുന്നാലും താൻ അവിടെ പത്മോസ് ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ